ഒരുവിധം സ്ത്രീകളെല്ലാം ശാന്തസ്വരൂപിണികളാണ്, ഞാനടക്കം. എപ്പോഴാണ് അവള് കാളിയായി മാറുന്നത്? അവൾ ആത്മാഭിമാനം വ്രണപ്പെടുമ്പോഴാണോ ഒരു സ്ത്രീ കാളിയായി മാറുന്നത്? അവൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടാവില്ല അവൾ പ്രതികരിക്കാതിരിക്കണത്. അവളുടെ കുടുംബം, കുട്ടികള് എല്ലാം ചിന്തിച്ചിട്ടാണ് ഒരു സ്ത്രീ പലതും സമൂഹത്തിലായാലും വീട്ടിൽ നിന്നായാലും എല്ലാം സഹിക്കണത്. ആത്മാഭിമാനം വ്രണപ്പെടുമ്പോൾ, ചവിട്ടി മെതിക്കപ്പെടുമ്പോഴെല്ലാം സഹിച്ചു നിൽക്കണതിൻ്റെ മെയിൻ കാരണം കുട്ടികളും കുടുംബമാണ്. അപ്പോൾ പാർവതി തന്നെയാണ് കാളി, കാളി തന്നെയാണ് പാർവതി. എപ്പോഴാണ് പാർവതി, രജോ ഗുണത്തിലുള്ള പാർവതി എപ്പോഴാണ് തമോ ഗുണത്തിലുള്ള കാളിയായി മാറിയത്? ആത്മാഭിമാനം വ്രണപ്പെട്ടപ്പോൾ മാത്രമാണ്. ഇത് തന്നെയാണ് ഓരോ സ്ത്രീകളിലും. അവളുടെ ആത്മാഭിമാനത്തിനെ വ്രണപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് സ്നേഹിച്ചു നോക്കൂ, ആത്മാർത്ഥമായിട്ട്. അവിടെ മുതൽ നിങ്ങൾക്ക് സക്സസ് തുടങ്ങും ലൈഫിൽ. ലൈഫ് തകർത്തൊരു പാർട്ട്ണറുടെ കാര്യമല്ല ഞാൻ പറയണത്. നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, സന്തോഷമാവട്ടെ, നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റണ ഒരു ലൈഫാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിനെ ചേർത്ത് പിടിച്ച് നോക്കി നോക്കൂ. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചു നോക്കൂ. അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ വലിയ സക്സസ് ആയിരിക്കുന്നേ. കാരണം എന്താണെങ്കിൽ, സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതം. അത് ജീവിക്കാൻ അറിയാമെങ്കിൽ സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ്. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കൂ, അനുഭവിക്കൂ. ആസ്വദിച്ചു പറയുമ്പോൾ ബാറിൽ പോയി അടിച്ചു പൊളിക്കാനല്ല ഞാൻ പറയണത്. അവിടെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരും. കാരണം നിങ്ങളുടെ പാർട്ട്ണറെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തുടങ്ങാതെ നിങ്ങൾ ലൈഫിൽ ഒരു വ്യക്തി മാറുമ്പോൾ ഒരു സമൂഹം മാറും. ഒരു സമൂഹം മാറുമ്പോൾ നമ്മുടെ രാജ്യം മാറും. നന്ദി, നമസ്തേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.